ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 49. ആസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹഃ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. വിവർത്തനം. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. ഭാവാർത്ഥം: താൻ പരമപുരുഷന്റെ ഒരംശം മാത്രമാണെന്നും തന്മൂലം സ്വകർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം തനിക്കില്ലെന്നും എപ്പോഴും ഓർക്കുന്നതാണ് യഥാർത്ഥമായ ത്യാഗം. താൻ ഭഗവതംശമാകയാൽ തൻ്റെ കർമ്മങ്ങളുടെ ഫലം ആസ്വദിക്കേണ്ടത് ഭഗവാൻ തന്നെ. ഇതാണ് ശരിയായ കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി. ആ മനസ്ഥിതിയുള്ള ഒരാൾക്ക് തൻ്റെ പ്രവൃത്തികൾ പരമപുരുഷനു വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള സംതൃപ്തിയുള്ളതിനാൽ ഭൗതിക വസ്തുക്കളിൽ ആസക്തി ഉണ്ടാവാറില്ല. ഭഗവത് സേവനത്തിൽ നിന്ന് നേടാവുന്ന അതീന്ദ്രിയാനന്ദത്തിലൊഴികെ മറ്റൊന്നിലും സുഖം കാണാത്ത നിലയിലായിരിക്കും അയാൾ. സന്യാസി തൻ്റെ കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കേണ്ടതാണ്. കൃഷ്ണാവബോധമുള്ള വ്യക്തിയാകട്ടെ സന്യാസാശ്രമം സ്വീകരിക്കാതെ തന്നെ സ്വാഭാവികമായി ഈ നിലയിൽ എത്തിച്ചേരുന്നു. ഈ മാനസിക സ്ഥിതിയെയാണ് യോഗാരൂഢതയെന്ന് വിളിക്കപ്പെടുന്നത്. യോഗത്തിൻ്റെ പരമകാഷ്ഠ എന്നർത്ഥം. യസ്ത്വാത്മരതിരേവ സ്യാദ് എന്ന് ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ ഇതിനെ വിവരിക്കുന്നു. സ്വയം ആത്മസംതൃപ്തനായവന് തൻ്റെ കർമ്മങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളെപ്പറ്റി ഭയപ്പെടേണ്ട. ശ്ലോകം 50. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. വിവർത്തനം. ഹേ കുന്തിപുത്ര, ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആത്യന്തികോന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാനുതകുന്ന പദ്ധതിയെപ്പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം. എന്നിൽ നിന്നതറിയുക. ഭാവാർത്ഥം: സ്വധർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അത് ഭഗവതർപ്പണമായി ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാൾക്കെങ്ങനെ പരമപദത്തിന് അർഹനാവാമെന്ന് ഇവിടെ കൃഷ്ണൻ അർജുനന് ചൂണ്ടിക്കാട്ടുന്നു. കർമ്മഫലങ്ങളെ പരമപുരുഷന്റെ സംതൃപ്തിക്കായി ത്യജിക്കുന്ന ഭക്തന് ബ്രഹ്മാവസ്ഥയെ പ്രാപിക്കാം. അതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രക്രിയ. തികഞ്ഞ കൃഷ്ണാവബോധം നേടുന്നതാണ് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ. താഴെ പറയുന്ന ശ്ലോകങ്ങളിൽ അതാണ് വിവരിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.